ഹായ്, ഞാൻ അനുദീപ്. നാളെയാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻസ് പരീക്ഷ വരുന്നത് അല്ലേ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരളത്തിൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് വഴി ലഭിക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശമ്പളമുള്ള ഏറ്റവും സോഷ്യൽ സ്റ്റാറ്റസ്, കരിയർ പ്രോഗ്രഷൻ ഒക്കെയുള്ള ജോലികളിൽ ഒന്നാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാം. പലരെയും ആ ഒരു എക്സാമിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നാളെ നിങ്ങൾ ആ ഒരു എക്സാം ആണ് എഴുതാൻ പോകുന്നത്. നമുക്കറിയാം, ഈ എക്സ്പെക്ടേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ തലവേദന അതെല്ലാം കൂടും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് കൂൾ ഡൗൺ ആക്കി നാളത്തെ പരീക്ഷ നല്ല ആത്മവിശ്വാസത്തോടു കൂടി എഴുതാൻ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാം. അതാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോ ടെൻഷൻ കുറച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കുന്നത് ടെൻഷൻ അടിക്കുമ്പോഴാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സ്ട്രെസ് മാനേജ്മെന്റ്, അതിനെ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയെ ശാസ്ത്രീയമായി ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ധാരാളം നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ധാരാളം ടെക്നിക്സ് അവിടെ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പല ടെക്നിക്സും അറിയാം. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ബിക്കോസ് ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. ഓരോ സെക്കൻഡും വാല്യുബിൾ ആണ്. കാര്യം നാളത്തെ എക്സാംസിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ എക്സ്ട്രാ മാർക്ക്, അതായത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ മാർക്ക്, അതിന്റെ ബേസിസിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇരിക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് നിങ്ങൾ എന്താ പറയുക, ഏത് പൊസിഷനിൽ നിന്ന് റിട്ടയർ ആവണം എന്ന് പോലും നിശ്ചയിക്കപ്പെടുക. ടോപ്പ് റാങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടും അല്ലെ? ആ ഒരു പ്രോഗ്രഷൻ ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ വീഡിയോ കാണുക. അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം വലുതാണ് അതനുസരിച്ച് തന്നെയാണ് അതിന്റെ സ്ട്രെസ്സും ആങ്സൈറ്റി ഇരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പണിക്കാണ് പോകുന്നതെങ്കിൽ ഇത്രയും ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ പ്രിലിംസ് എഴുതണ്ട, മെയിൻസ് എഴുതണ്ട, ഇത്രയും വലിയ സിലബസ് പഠിക്കേണ്ട. എനിക്കറിയാം, നിങ്ങൾ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റിനെ പറ്റി ആലോചിച്ച് നല്ല ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ? അത് എവിടുന്ന് ചോദ്യം വരും, എങ്ങനെ ചോദ്യം വരും? അതുപോലെ BS പുതിയ സിലബസ് ആണ് ഈ വർഷം. IPC CRPC ഒക്കെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇതൊക്കെ കാരണം വളരെ വലിയ കൺഫ്യൂഷനിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. മാർക്ക് മൈ വേർഡ്സ് ഓൺ ദിസ്. ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എഫേർട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. പലപ്പോഴും ഈ നമ്മൾ പഠിച്ചിട്ട് പോയാലും പല എക്സാംസ് തോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ടെൻഷനാണ് അല്ലെ? കാര്യം നമ്മൾ സ്വപ്നം കണ്ട ഒരു ജോലി, ആ സ്വപ്നം റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ് എക്സാം ഹോൾ അല്ലെ? നമ്മൾ പഠിച്ച അത്രയും നോളജ്, നമ്മുടെ ഹാർഡ് വർക്ക്, രാത്രി ഉറക്കം അടച്ചിരുന്ന് പഠിച്ചു, അടിച്ചുപൊളി ഒക്കെ കുറച്ചു, നമ്മൾ സ്റ്റഡീസിന് വേണ്ടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തു, കുറെ സാക്രിഫൈസ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പ്രഷർ നമ്മുടെ മുകളിലുണ്ട്. അപ്പൊ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു വേദിയാണ് എക്സാം ഹോൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, പ്രതീക്ഷ, പരീക്ഷ ജയിക്കണം, അല്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ആ എക്സ്പെക്ടേഷൻ അമുത ഫലം. ഇതാണ് പലപ്പോഴും നമുക്ക് പണി തരുന്നത്. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്ട്രെസ് മാനേജ്മെന്റ് ടാക്ടിക്സ് തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. നിങ്ങളൊരു വിത്തിട്ടു, അതിന് വെള്ളം ഒഴിക്കുന്നു, വളമെടുത്തുന്നുണ്ടെങ്കിൽ അത് വിത്ത് പൊട്ടി ഒരു ചെടിയായിട്ട് മാറും. അത് സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ്. പക്ഷെ ആ വിത്ത് കൺഫ്യൂസ്ഡ് ആവുന്നിരിക്കട്ടെ, ഞാൻ വളർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ചെടിയാകുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ സ്ട്രെസ്സിലാണ് വിത്തെങ്കിൽ എന്ത് ചെയ്യും? അതാണ് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ഔട്ട്കമ്മിനെ പറ്റി നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. എക്സ്പെക്ടേഷൻ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഔട്ട്കമ്മിനെ ബോധർ ചെയ്ത് വർക്ക് ചെയ്യില്ല. ഔട്ട്കം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു റിസൾട്ട് മാത്രമാണ്. അത് നിങ്ങൾ കിട്ടിക്കോളും. നിങ്ങളുടെ എക്സാം ഹോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് മൈൻഡോട് കൂടി ആ OMR ഷീറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി അവിടെ കഴിഞ്ഞു. PSC ആ ചോദ്യം ക്യാൻസൽ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത് എന്ത് ചെയ്യും? അത്തരത്തിലുള്ള കൺഫ്യൂഷൻസിന് അവിടെ പ്രസക്തി ഇല്ല. നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്കുള്ളൊരു സീറ്റ്, ഒരു റാങ്ക് ഈ എക്സാമിൽ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്. അതായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ്. അല്ലാതെ ഈ ആങ്സൈറ്റി അടിച്ച് ചളമാക്കുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക, വിഷ്വലൈസേഷൻ എക്സസൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൂളായിട്ട് എക്സാം പോയി എഴുതാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, നാളെ ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയി നിങ്ങൾ കയറുന്നു, പിന്നെ നിങ്ങൾ CA ആവുന്നു, പിന്നെ DYSP ആവുന്നു, SP ആവുന്നു, IPS വരെ കൺഫർ ചെയ്ത് കിട്ടുന്നു. ആ ഓരോ സ്റ്റേജിലും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഓരോ സ്റ്റേജിലും നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോകേണ്ടുന്ന ഒരു സ്ട്രെസ്, ആങ്സൈറ്റി,
അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പപ്പണിയാണ്, ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നാളത്തെ എക്സാം. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിലെ ആ ലൈഫിന്റെ അടുത്ത നാളെയാണ്. അതുകൊണ്ട് തന്നെ ബി കോൺഫിഡൻറ്റ്, ബി കാം ആൻഡ് ബി കമ്പോസ്ഡ്. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഭയം അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ സ്ട്രെസ്സിന്റെ ഒക്കെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയാണ്. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളടക്കമുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരുടെ ഒക്കെ പ്രാർത്ഥന നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾ സ്വയംഭൂവൊന്നും അല്ലല്ലോ ഇവിടെ വരെ എത്തിയതും, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയതും പല പല ആൾക്കാർ, നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ പേരൻസ്, അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഫസ്റ്റ് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ കൂടെ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ തോറ്റ് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു വാശി വെച്ച് പഠിക്കണം. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾ ജീവിതത്തിൽ ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയും അവരുടെ എന്താ പറയാ അനുഗ്രഹവും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ആരും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിഞ്ഞ ശേഷം മാത്രം OMR കറപ്പിക്കാൻ പോവുക. ഇപ്പോൾ എക്സാം ഹോൾ നാളെ കയറി ചെല്ലുമ്പോൾ ഒരു SI അദ്ദേഹം, അല്ലെങ്കിൽ ഒരു SIയുടെ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു SI ട്രെയിനിങ് കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണോ എക്സാം ഹോളിലേക്ക് കയറുക, ആ കോൺഫിഡൻസോടുകൂടി കീപ്പിംഗ് യുവർ ഹെഡ് ഹൈ, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറണം. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. നാളത്തെ എക്സാം എന്ന് പറയുന്നത് പല ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നത്തിനും നടുക്ക് നിൽക്കുന്ന ഒരു മുള്ളുവേലി പോലെയാണ്. അങ്ങനല്ല. നിങ്ങളുടെ സ്വപ്നത്തിനെ വിളക്കി ചേർക്കുന്ന, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ആവുന്ന ഒരു ഘട്ടമാണ് എക്സാം ഹോൾ എന്ന് പറയുന്നത്. സോ അതിന് താങ്ക്ഫുൾ ആവുക. എക്സാം എഴുതാൻ അവസരം കിട്ടിയെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ താങ്ക്ഫുൾ ആവുക. നാളത്തെ പരീക്ഷ അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും പോയി എഴുതണം. ഓക്കെ, ഇത് ബ്ലോക്കേജ് അല്ല, ഒരു അവസരമായിട്ട് തന്നെ അതിനെ കാണാം. എക്സാം ഈസ് എ വെരി ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പം തന്നെ നമ്മുടെ ടെൻഷൻ പകുതി കുറയും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്ക് കിട്ടിയ റിവാർഡാണ് നാളത്തെ എക്സാം. അതുകൊണ്ടാണല്ലോ പ്രിലിംസ് നിങ്ങൾ പാസ്സായത്. സോ നിങ്ങൾക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ റിവാർഡ് എന്നുള്ള രീതിയിൽ വേണം നാളത്തെ പരീക്ഷയെ കാണാനായിട്ട്. സോ കമന്റ് ചെയ്തേ, ഇപ്പം തന്നെ കമന്റ് ചെയ്ത് SI എന്ന് കമന്റ് ചെയ്യുക. അതിനുശേഷം നാളത്തെ പരീക്ഷ നന്നായി പോയി അറ്റൻഡ് ചെയ്യുക. നമ്മൾ തന്നിട്ടുള്ള ട്രെയിനിങ് മറക്കണ്ട, സ്ട്രെസ് മാനേജ്മെന്റ്, പിന്നെ ആഴത്തിലുള്ള പഠനം, എലിമിനേഷൻ ടെക്നിക്സ്, ഇതെല്ലാം നാളെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരണം. അതിന് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. രാത്രി നേരത്തെ ഉറങ്ങും കേട്ടോ. രാവിലെയാണ് എക്സാം, സമയം കളയണ്ട, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് എഴുതാം. ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. അദ്ദേഹം കൂൾ ആവട്ടെ. നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവണം. സോ SI എന്ന് കമന്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.